രാത്രി എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും. നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ വളകാപ്പ് ഫംഗ്ഷനാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേസിനോ അങ്ങനെ ഫങ്ഷൻസിനോ ഒക്കെ പോകുമ്പോൾ ഇതുപോലെ കുട്ടി കുട്ടി ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാക്കി പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും വ്ളോഗ് എടുക്കാനോ അതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാനോ ഒന്നും എനിക്ക് പറ്റാറില്ല. അപ്പോൾ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ എന്നാലും ഈ വീഡിയോ എടുത്ത് വെക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എപ്പോൾ പോകുമ്പോഴും പിറ്റേ ദിവസം തലേ ദിവസമൊക്കെ പെട്ടെന്നായിരിക്കും ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു പ്ലാനും ഒക്കെ വരാറ്. ഇതിപ്പോൾ ഞാൻ രാത്രി തന്നെ പോയി പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. റൂം ആകെ മെസ്സായിരുന്നു. കുറേ ദിവസമായി ഞാൻ ടേബിളിലൊക്കെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. പിന്നെ ഒരു പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റും എനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കാനുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഒന്നും ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ പെൻസൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പെൻ ഹോൾഡർ. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ക്രാഫ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ പെർഫെക്റ്റ് ഗിഫ്റ്റ് തന്നെയാണ് അവൾ ഗിഫ്റ്റ് ചെയ്തേക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് പിറന്നാളിന് ഇനി 5-6 ദിവസമേ ബാക്കിയുള്ളൂ. ഏത് പേപ്പറിൽ ചെയ്യുന്നതായിരുന്നു എൻ്റെ ഫസ്റ്റ് കൺഫ്യൂഷൻ. അതെപ്പോഴും ഉള്ളതാണ്. ഈ ബ്ലൂ പേപ്പേഴ്സ് ഒരു ബേബി തീമാണെങ്കിലും ഇത് മോസ്റ്റ്ലി ഇതിലേക്ക് ബേബി ബോയ് തീമായിരുന്നു. നമുക്ക് കുഞ്ഞ് ബേബിയാണോ ഗേളാണോ എന്ന് അറിയില്ലല്ലോ. ആദ്യം അത് ചെയ്യാമെന്ന് ആലോചിച്ചു. പിന്നെ എനിക്ക് തോന്നി റിംഗ് ആൽബം ചെയ്യാമെന്ന്. അങ്ങനെ കുറേ ഐഡിയാസ് എൻ്റെ മനസ്സിലിങ്ങനെ മിന്നി പോയി എന്ന് പറയാം. നേരെ പോയിട്ടൊരു കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു. കോഫി ഉണ്ടാക്കി വന്ന് നല്ലൊരു മൂവി, ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു മൂവി ഓണാക്കി വെച്ചപ്പോൾ തന്നെ ശരി എന്നാൽ ഫോട്ടോസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും ഐഡിയ വരുമെന്ന് തോന്നിയിട്ടാണ് ടേബിളിൽ മുകളിലിരുന്നത്. അടിപ്പട സിനിമയായിരുന്നു അത്. പഴയ മലയാളം മൂവീസ് എന്തെങ്കിലും ഓണാക്കിയിട്ട് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫ്ലോയിൽ വർക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഞാൻ അവളുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റാൻഡംലി കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക ചെയ്തത്. ഇതാണ് നമ്മുടെ റിംഗ് ആൽബത്തിൻ്റെ ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുത്ത് പ്രിൻ്റഡായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു കട്ടിയുള്ള ബേസ് ഉണ്ടാക്കി റിംഗ് ആൽബം പോലെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ പ്രശ്നമുണ്ടോ? ഇപ്പോൾ എനിക്ക് സൈലൻ്റായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇരുന്നൊരു ഫ്ലോയിൽ വർക്ക് ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യാറ് പഴയ മലയാളം മൂവീസ് തന്നെയാണ്. ചിലപ്പം മാത്രം ആനിമീസൊക്കെ കാണും. പക്ഷേ ആനിമീസൊക്കെ കാണുമ്പോൾ അതിലേക്ക് ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ എനിക്ക് നല്ലതായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പഴയ മൂവീസാണെങ്കിൽ അതിൻ്റെ നമ്മൾ ഓൾറെഡി കണ്ട മൂവീസല്ലേ, അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് അങ്ങനെ ഒരു വൈബ് അടിച്ചാൽ വർക്കങ്ങ് തീരും. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം ഇടയ്ക്ക് വെച്ചത് നിന്നുപോയി. അതുകൊണ്ട് ഞാൻ ഫൈനലായിട്ട് നമ്മുടെ റിംഗ് ആൽബത്തിൻ്റെ വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട്.